ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത് മെർജർ ആൻഡ് അക്വിസിഷൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഇല്ലുസ്ട്രേഷൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. 4 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഭിഷേക് ലിമിറ്റഡ് ഈസ് കൺസിഡറിങ് ടേക്ക് ഓവർ ഓഫ് ദി ബികാഷ് ലിമിറ്റഡ് ആൻഡ് ചിത്ര ലിമിറ്റഡ് അല്ലേ. അപ്പോൾ അഭിഷേക് ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ എ ലിമിറ്റഡ്, ബികാഷ് ആൻഡ് ചിത്ര എന്ന് പറയുമ്പോൾ ബി ലിമിറ്റഡ് ആൻഡ് സി ലിമിറ്റഡ് അല്ലേ. സോ അതിൻ്റെ ഫിനാൻഷ്യൽ ഡാറ്റ ഫോർ ദ 3 കമ്പനീസ് ആർ ആസ് ഫോളോസ് എന്നുണ്ട്. പർട്ടിക്കുലേഴ്സും 3 കമ്പനിയുടെ ഡാറ്റ തരുന്നുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 രൂപയുടെ, ടോട്ടൽ ക്യാപിറ്റൽ ഇൻ റുപ്പീസ് INRൽ 450 crores 180-90 crores അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഡാറ്റ അനലൈസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് 10 രൂപയുടെ ഷെയർസാണ്. എന്നിട്ട് എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് എല്ലാത്തിനും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ ലിമിറ്റഡ് അഥവാ അഭിഷേക് ലിമിറ്റഡിൽ 45 crores ഷെയർസും, ബികാഷ് ലിമിറ്റഡിൽ 18 crores, ചിത്ര ലിമിറ്റഡിൽ 9 crores ഷെയർസ് ഉണ്ടായിരിക്കും അല്ലേ. സോ ഏണിങ്സ് അടുത്ത ഡാറ്റ. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് മനസ്സിലായി. അതുപോലെ ഏണിങ്സ് 18 crores വന്നിട്ടുണ്ട്. ആൻഡ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ കമ്പനീസ് 60, 37, 46 വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രൈസ് ഏണിംഗ് റേഷ്യോ? ഓക്കെ, ദാറ്റ് മീൻസ് നമ്മൾ PE റേഷ്യോ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് PE റേഷ്യോ എന്ന് പറഞ്ഞാൽ? ബൈ ഇക്വേഷൻ നമുക്ക് ഈസി ആയിട്ട് PE റേഷ്യോ ഈസ് ഈക്വൽ ടു അല്ലേ. ഇക്വേഷൻ നമുക്കറിയാം PE റേഷ്യോ ഈസ് ഈക്വൽ ടു MPS ഡിവൈഡ് ബൈ എന്താണ് EPS ആണ് അല്ലെ. MPS ഡിവൈഡ് ബൈ EPS. പക്ഷെ എന്താണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MPS ഡിവൈഡ് ബൈ EPS PE റേഷ്യോ കിട്ടുമ്പോൾ സപ്പോസ് ആൻസർ ഇപ്പോൾ നമുക്കൊരു 5 ആണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? 1 രൂപ ഏണിങ്സിന് അല്ലേ, കമ്പനിയുടെ 1 രൂപ ഏണിങ്സിന് ഷെയർ ഹോൾഡേഴ്സ് മാർക്കറ്റിൽ 5 രൂപ കൊടുക്കാൻ തയ്യാറാണ് അല്ലേ. അതാണ് എന്തിൻ്റെ മീനിങ്? PE റേഷ്യോയുടെ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്ക് 3 കമ്പനിയുടെ വന്നിട്ട് MPS തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഏണിങ്സും തന്നിട്ടുണ്ട്. തൊട്ട് മുകളിൽ നിന്ന് നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് കമ്പ്യൂട്ട് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? PE റേഷ്യോ കമ്പ്യൂട്ട് ചെയ്തു അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ നമ്മളെങ്ങനെയാണ് പർട്ടിക്കുലേഴ്സ് ഓക്കെ 3 കമ്പനി അഥവാ ABC അല്ലേ, 3 കമ്പനികൾ ABC. പർട്ടിക്കുലേഴ്സിൽ ആദ്യം നമുക്ക് ഏണിങ്സ് ഓക്കെ, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ്ലി തന്നിട്ടുള്ള എത്രയാണ് ഏണിങ്സ്? 90, 18 അല്ലേ. സോ 90, 18 crores ആണ് അല്ലേ. സോ അപ്പോൾ അതുകൊണ്ട് ഏണിങ്സ് ഈസ് ഈക്വൽ ടു 90, അതുപോലെ 18 crores. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അങ്ങനെയാണെങ്കിൽ ഏണിങ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വേണം? നമ്പർ ഓഫ് ഷെയർസ് വേണം. ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ്. ഓക്കെ, സോ നമ്പർ ഓഫ് ഷെയർസ് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ് 10 രൂപയുടെ ഷെയർ ആയതുകൊണ്ട് ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ബൈ 10 ചെയ്താൽ പോരെ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അഭിഷേക് ലിമിറ്റഡിൽ 45, ബികാഷിൽ 18, ചിത്രയിൽ 9 അല്ലേ. സോ 45, 18, 9. സോ നമ്പർ ഓഫ് ഷെയർസ് 45, ഓക്കെ 18, അതുപോലെ തന്നെ 9. Therefore EPS ഈസ് ഈക്വൽ ടു അല്ലേ. എന്താണ് EPS എന്ന് വെച്ചാൽ ടോട്ടൽ ഏണിങ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അല്ലേ. ടോട്ടൽ ഏണിങ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്? EPS എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 90 crores ഡിവൈഡ് ബൈ 45 crores എന്ന് പറയുമ്പോൾ എത്ര വരും? 2 വരും. ഓക്കെ, ആൻഡ് 18 ഡിവൈഡ് ബൈ 18 എന്ന് പറയുമ്പോൾ 1 വരും. അതുപോലെ തന്നെ 18 ഡിവൈഡ് ബൈ 9 എന്ന് പറയുമ്പോൾ 2 ആയിരിക്കും അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി? EPS കമ്പ്യൂട്ടേഷൻ നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ക്ലിയർ അല്ല എല്ലാവർക്കും? EPS നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ്റെ അകത്ത് MPS ഓൾറെഡി ഗിവൺ ആണ്. ഓക്കെ, MPS ഓൾറെഡി തന്നിട്ടുണ്ട് 60, 37, 46. സോ 60, 37, 46. അപ്പോൾ എന്താണ് PE റേഷ്യോ? Therefore PE റേഷ്യോ ഇസ് ഈക്വൽ ടു MPS അല്ലേ. MPS ഡിവൈഡഡ് ബൈ EPS അല്ലേ. MPS ഡിവൈഡ് ബൈ EPS വിച്ച് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡ് ബൈ 2. 60 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 30. ഓക്കെ, 37 ഡിവൈഡ് ബൈ 1 എത്രയാണ്? 37. അതുപോലെ തന്നെ 46 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 23. ക്ലിയർ അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ആൻസർ ആയല്ലോ. സോ കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ PE റേഷ്യോ എന്നാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 30, 37, 23. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ ഇതിൽ പ്രസൻറ്റേഷനിൽ ഒരു ഹെഡിങ് ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് കാൽക്കുലേഷൻ ഓഫ് PE റേഷ്യോ. ഓക്കെ, കാൽക്കുലേഷൻ ഓഫ് PE റേഷ്യോ.
സോ ഒരു ഹെഡിങ് എഴുതിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ആൻസർ പ്രസൻറ്റ് ചെയ്യാനായിട്ട്. സോ കാൽക്കുലേഷൻ ഓഫ് പി ഇ റേഷ്യോ പർട്ടിക്കുലേഴ്സ് 3 എമൗണ്ട് കോളം ഫോർ റെപ്രസെൻറ്റിങ് ഈച്ച് കമ്പനി. സോ അതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നുള്ള ഡാറ്റയിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് എഴുതിയിട്ട് therefore പി ഇ റേഷ്യോ ഈസ് ഈക്വൽ ടു എം പി എസ് ഡിവൈഡ് ബൈ ഇ പി എസ് 30, 37, 23 അല്ലേ. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടിയാലോ. ഓക്കെ, ഇനി അടുത്ത രണ്ടാമത്തെ പാർട്ടിൽ നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, സെക്കൻഡ് പാർട്ടിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓക്കെ, ഏണിംഗ് പെർ ഷെയർ ഓഫ് ദി അഭിഷേക് ലിമിറ്റഡ് ആഫ്റ്റർ ദി അക്വിസിഷൻ ഓഫ് ദി ബികാഷ് ആൻഡ് ചിത്ര സെപ്പറേറ്റ്ലി. അപ്പോൾ അതായത് നമ്മളിവിടുത്തെ അക്വയറർ കമ്പനി എന്ന് പറയുന്ന ആരാണ്, അഭിഷേക് ലിമിറ്റഡ് ആണ്. ഈ അഭിഷേക് ലിമിറ്റഡ് ആരെ, ബികാഷ് ലിമിറ്റഡിനെയും അതുപോലെ തന്നെ ചിത്ര ലിമിറ്റഡിനെയും അക്വയർ ചെയ്യാൻ പോകണം. അപ്പോൾ സെപ്പറേറ്റ്ലി, അതായത് ഒരേ സമയത്ത് അഭിഷേക് ലിമിറ്റഡ് ആരെ വാങ്ങിക്കുന്നില്ല, ബികാഷിനും ചിത്രനും വാങ്ങിക്കുന്നില്ല. അഭിഷേക് ഒന്നില്ലെങ്കിൽ ബികാഷിന് വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ അഭിഷേക് ചിത്ര ലിമിറ്റഡ് വാങ്ങിക്കുന്നു സെപ്പറേറ്റ്ലി. സോ വിൽ യു റെക്കമെൻഡ് ദ മെർജർ ഓഫ് ദി ഐദർ ഓർ ബോത്ത് ദ കമ്പനീസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. നമ്മൾ ചോദിക്കുകയാണെന്നിട്ട് നമ്മൾ രണ്ട് കമ്പനിയും വാങ്ങിക്കണം എന്നാണോ പറയുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയാണോ പറയുന്നത്, നമ്മളുടെ ആൻസർ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സാധൂകരിക്കുക, നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം എന്തുകൊണ്ടാണ് നമ്മളെ ആൻസർ നമ്മളങ്ങനെ ബോത്ത് കമ്പനി വാങ്ങിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി വാങ്ങിക്കണം എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ റീസൺ എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ. നമുക്കറിയാം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ഏതൊരു ഡിസിഷനും വിച്ച് ഇൻക്രീസസ് അല്ലെങ്കിൽ വിച്ച് മാക്സിമൈസസ് ദ വാല്യൂ ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കണം അല്ലേ. നമ്മൾ എഫ് എം പഠിക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇസ് ടു മാക്സിമൈസ് ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സും. അപ്പോൾ ഈ മാക്സിമൈസ് ദ വെൽത്ത് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്താണ്, എം പി എസ് ആണ് അല്ലേ. മാക്സിമൈസ് ദ വെൽത്ത് എന്ന് പറഞ്ഞാൽ എം പി എസ് ആണ്. ദെൻ വാട്ട് യു മീൻ ബൈ എം പി എസ്? എം പി എസ് ഈസ് ഈക്വൽ ടു ഇ പി എസ് ഇൻറ്റു എന്താണ്, പി ഇ റേഷ്യോ ആണ് അല്ലേ. ഇ പി എസ് ഇൻറ്റു പി ഇ റേഷ്യോ ആണ്. അപ്പോൾ ഒരു കമ്പനിയുടെ പ്രീ മെർജർ പി ഇ റേഷ്യോയും പോസ്റ്റ് മെർജർ പി ഇ റേഷ്യോയും പ്രത്യേകിച്ചൊരു മാറ്റം ഇല്ലയെന്നുണ്ടെങ്കിൽ ദെൻ എം പി എസ് കൂടുന്തോറും കമ്പനിയുടെ ഇ പി എസ് കൂടുന്തോറും കമ്പനിയുടെ എം പി എസ് കൂടും. അഥവാ ഇ പി എസ് ഇൻറ്റു പി ഇ റേഷ്യോ അല്ലേ. ഫോർ എക്സാമ്പിൾ 6x5 എന്ന് പറയുന്നത് എത്രയാണ് അല്ലേ, 30 അല്ലേ. ഇനി 6 പകരം 7x5 ആയി കഴിഞ്ഞാൽ എന്താവും, അത് 35 ശരിയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇ പി എസിൻ്റെ എമൗണ്ട് 6 നിന്ന് 7 പോകുമ്പോൾ അഥവാ ഇ പി എസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് കൂടും, എം പി എസ് കൂടും. അപ്പോൾ ദാറ്റ് ഇൻക്രീസസ് ദ വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, അഭിഷേക് ലിമിറ്റഡും ബികാഷ് ലിമിറ്റഡും തമ്മിൽ മെർജർ ചെയ്യുമ്പോൾ എന്തായിരിക്കും ഇ പി എസ് നോക്കുക. അതുപോലെ തന്നെ അഭിഷേക് ലിമിറ്റഡും ചിത്ര ലിമിറ്റഡും മെർജർ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും ഇ പി എസ്. സോ എവിടെയാണ് ഹയസ്റ്റ് ഇ പി എസ് ഒക്കെ വരുന്നത്, ദെയർ ബൈ ഹയസ്റ്റ് എം പി എസ് എവിടെയാണ് വരുന്നത്, അതായിരിക്കണം നമ്മളുടെ ബെസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ക്വസ്റ്റിൻ്റെ അകത്ത് അതിനായിട്ടുള്ള ഡാറ്റകളൊക്കെ തന്നിട്ടുണ്ട് അല്ലേ. സോ പോസ്റ്റ് മെർജർ ഇ പി എസ് നമ്മൾ എന്ത് ചെയ്യണം, കമ്പ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആക്ച്വലി നമുക്കിവിടെ ക്വസ്റ്റിൻ്റെ അകത്ത് അവർ കാൽക്കുലേഷൻ ഓഫ് ഇ പി എസ് ആഫ്റ്റർ മെർജർ അല്ലെങ്കിൽ ആഫ്റ്റർ അക്വിസിഷൻ അവർ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ ആക്ച്വലി അഭിഷേക് ലിമിറ്റഡിൻ്റെ ഒരു കോളത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അഭിഷേക് ലിമിറ്റഡ് ഒരിക്കലും ആരായിട്ട് മെർജ് ആവുന്നില്ല, അഭിഷേക് ലിമിറ്റഡ് അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ അവർ ആൻസർ പ്രസൻറ്റേഷൻ തരുമ്പോൾ അവരൊരു കോളം വെറുതെ ഇടുന്നുണ്ട്. ആക്ച്വലി നമുക്കതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ അഭിഷേക് ലിമിറ്റഡ് ആരായിട്ട് മെർജർ ആവില്ല, അഭിഷേക് ലിമിറ്റഡ് ആയിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആക്ച്വലി ആൻസർ പ്രസൻറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് മെർജർ ഇ പി എസ്. ഓക്കെ, സോ കാൽക്കുലേഷൻ ഓഫ് പോസ്റ്റ് മെർജർ ഇ പി എസ് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു പർട്ടിക്കുലേഴ്സും അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം എ ആൻഡ് ബി, ദാറ്റ് മീൻസ് അഭിഷേക് ആൻഡ് ബികാഷും അതുപോലെ തന്നെ എ ആൻഡ് സി എന്നുള്ള പേര് വേണമെങ്കിൽ കൊടുക്കാം, ദാറ്റ് ഈസ് അഭിഷേക് ആൻഡ് ചിത്ര. ഓക്കെ, ആക്ച്വലി ഇതാണ് നമ്മളുടെ മെർജർ സംഭവിക്കുന്നത് അല്ലെങ്കിൽ അക്യൂസിഷൻ അല്ലേ. അഭിഷേകും ബികാഷും അല്ലെങ്കിൽ അഭിഷേകും ചിത്ര എന്നുള്ള ഒരു മെർജറാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പോസ്റ്റ് മെർജർ ഏണിങ്സ് കാണണം അല്ലേ. പോസ്റ്റ് മെർജർ ഇ പി എസിൻ്റെ ഇക്വേഷന് യാതൊരു മാറ്റവും ഇല്ല, വിച്ച് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഏണിങ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് തന്നെ ആയിരിക്കും. ക്ലിയർ അല്ലേ. ഓക്കെ, സോ പർട്ടിക്കുലേഴ്സിൽ ആദ്യം വേണ്ട നമുക്ക് ടോട്ടൽ ഏണിങ്സ്. ഓക്കെ, ടോട്ടൽ ഏണിങ്സ്. സോ ടോട്ടൽ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രീ മെർജർ ഏണിങ്സ് ഓഫ് ദി ബോത്ത് ദ കമ്പനീസ് അല്ലെ. ക്വസ്റ്റിൻ്റെ അകത്ത് പ്രത്യേകിച്ച് സിനർജി എഫക്റ്റ് ഒന്നും പറയാത്തത് കൊണ്ട് രണ്ട് കമ്പനികളുടെയും പ്രീ മെർജർ ഏണിങ്സിൻ്റെ ടോട്ടൽ ആയിരിക്കും നമ്മളുടെ പോസ്റ്റ് മെർജർ ടോട്ടൽ ഏണിങ്സ് പറയുന്നത് അല്ലേ. അപ്പോൾ ക്വസ്റ്റിൻ്റെ അകത്ത് ആദ്യത്തെ കമ്പനിക്ക് 90 crores അഭിഷേകിന് ബികാഷിന് 18 ആണ് അല്ലേ.
സോ അതേപോലെ തന്നെ ചിത്രക്കും 18 ആയതുകൊണ്ട് ടോട്ടൽ ഏണിങ്സിൽ വലിയ ചേഞ്ച് രണ്ട് സിറ്റുവേഷനും സെയിം തന്നെയായിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 108ഉം 108. ഇതെങ്ങനെയാണ് വന്നത്? സോ 90 പ്ലസ് അല്ലെ 90 പ്ലസ് 18ഉം 90 പ്ലസ് 18ഉം. അപ്പോൾ ടോട്ടൽ ഏണിങ്സ് രണ്ട് സിറ്റുവേഷനിലും എന്താണ്? സെയിം ആണ്. ടോട്ടൽ ഏണിങ്സ് രണ്ട് സിറ്റുവേഷനിലും സെയിം ആണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് EPS നമുക്ക് വേണ്ടത് ഏണിങ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അല്ലേ. സോ ഈ നമ്പർ ഓഫ് ഷെയർസ്, ഓക്കെ, നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. ആദ്യം ഈ മെർജർ സമയത്ത് ഇവർ എങ്ങനെയാണ് ഈ മെർജറിൻ്റെ പർച്ചേസ് കൺസിഡറേഷൻ കൊടുക്കുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ, നമ്മൾ പ്രത്യേകിച്ചൊന്നും ക്വസ്റ്റ്യനിനകത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഓൾവേസ് എന്ത് വിചാരിക്കണം? ഷെയർ എക്സ്ചേഞ്ചിലാണ്, അതായത് സ്റ്റോക്ക് ഡീലിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഷെയർസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കമ്പ്യൂട്ട് ചെയ്യാൻ ആദ്യമായിട്ട് നമുക്ക് എന്ത് വേണം? ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ. ഓക്കെ, ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് ഒരു എക്സ്ചേഞ്ച് റേഷ്യോ തീരുമാനിക്കുന്നത്? ടാർഗറ്റ് കമ്പനിയുടെ MPS ഡിവൈഡ് ബൈ അക്വയറർ കമ്പനിയുടെ EPS. നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. സോ മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ EPS എന്തായിരിക്കട്ടെ, എന്തിൻ്റെ ബേസിസിലും നമ്മൾ ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററിൽ നമുക്ക് വരുന്നത് ടാർഗറ്റ് കമ്പനിയുടെ ഫിഗറും ഡിനോമിനേറ്ററിൽ നമുക്ക് വരേണ്ടത് അക്വയറർ കമ്പനിയുടെ ഫിഗറാണ് വരുന്നത് അല്ലേ. അപ്പോൾ ദെർഫോർ മാർക്കറ്റ് പ്രൈസ് ബേസിസിലാണെങ്കിൽ ഇക്വേഷൻ വിൽ ബി എങ്ങനെ ആയിരിക്കും? ദാറ്റ് മീൻസ് ടാർഗറ്റിൻ്റെ MPS ഡിവൈഡ് ബൈ അക്വയറർ കമ്പനിയുടെ MPS ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ A&Bയുടെ മെർജർ നടക്കുന്ന സമയത്ത് എ കമ്പനിയുടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് അഭിഷേകിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 60ഉം ബികാഷിൻ്റെ എത്രയാണ്? 37 ആണ് അല്ലേ. ദെർഫോർ ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ വിൽ ബി 37 ഡിവൈഡഡ് ബൈ 60 ആയിരിക്കും അല്ലേ. 37 ഡിവൈഡ് ബൈ 60 വിച്ച് ഈസ് ഈക്വൽ ടു 0.61 അല്ലേ. 0.617 ആയിരിക്കും, റൗണ്ട് ചെയ്യുമ്പോൾ 0.617. അപ്പോൾ ആദ്യത്തെ എക്സ്ചേഞ്ച് റേഷ്യോ എന്ന് പറയുന്നത് 37 ഡിവൈഡ് ബൈ 60 വിച്ച് ഈസ് ഈക്വൽ ടു 0.617. ഓക്കെ, 37 ഡിവൈഡ് ബൈ 60 0.617. അതേപോലെ തന്നെ നമ്മളുടെ അഭിഷേക് ലിമിറ്റഡും ചിത്ര ലിമിറ്റഡും തമ്മിലുള്ള മെർജർ ആണെങ്കിൽ മാർക്കറ്റ് പ്രൈസ് എത്രയായിരുന്നു? ദാറ്റ് മീൻസ് മാർക്കറ്റ് പ്രൈസ് 46 അല്ലേ. സോ 46 ഡിവൈഡ് ബൈ 60 എന്ന് പറയുമ്പോൾ 46 ഡിവൈഡ് ബൈ 60 എന്ന് പറയുമ്പോൾ നമ്മളുടെ നമ്മളുടെ എക്സ്ചേഞ്ച് റേഷ്യോ വിൽ ബി 0.767 ആണ്. ഓക്കെ, റൗണ്ട് ചെയ്യുമ്പോൾ 0.767 ആണ് എന്ത് വരുന്നത്? ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ വരുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ക്വസ്റ്റ്യനിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദി എന്തായിരിക്കണം? മാർക്കറ്റ് പ്രൈസ് ആയിരിക്കണം. നോർമലി ഓൾവേസ് ഈ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂമറേറ്ററിൽ ടാർഗറ്റ് കമ്പനിയുടെ MPS ആണ് എടുക്കേണ്ടത്. ഇനി MPS അല്ല, വേറെ ഏത് ഫാക്ടർ ആണെങ്കിലും ഏത് ബേസ് ആണെങ്കിലും എന്ത് ബേസിൻ്റെ പേരിലാണെങ്കിലും നമ്മൾ ടാർഗറ്റ് കമ്പനിയുടെ ഫിഗർ ഡിവൈഡ് ബൈ അക്വയറർ കമ്പനിയാണ് നമ്മൾ ഓൾവേസ് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ആർ ദ അല്ലെങ്കിൽ ഹൗ മച്ച് ഈസ് ദ നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ്? ഓക്കെ, ആസ് എ പാർട്ട് ഓഫ് എ മെർജർ അഭിഷേക് ലിമിറ്റഡ് ആരെയാണ് അക്വയർ ചെയ്യുന്നത്? അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് കമ്പനിക്ക് എന്ത് ഇഷ്യൂ ചെയ്യും? ഷെയർസ് ഇഷ്യൂ ചെയ്യും അല്ലേ. അതുകൊണ്ട് നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് ആസ് എ പാർട്ട് ഓഫ് മെർജർ അല്ലെങ്കിൽ ഓൺ മെർജറിൽ നമ്മൾ എത്ര ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും? നമുക്കറിയാം ഓൾഡിൽ ദറ്റ് മീൻസ് നമ്പർ ഓഫ് ഷെയർസ് 18 കോടിയാണ് ആർക്കുണ്ടായിരുന്നത്? നമ്മളുടെ ബികാഷ് ലിമിറ്റഡിൻ്റെ അല്ലേ. അതുകൊണ്ട് നമ്പർ ഓഫ് ഷെയർസ് വിൽ ബി 18 ഇൻറ്റു 37/60. നമുക്ക് നേരിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? 0.617 എടുക്കാം. പക്ഷെ അവിടെ ഒരു ഫ്രാക്ഷൻ നമ്മൾ എന്ത് ചെയ്തു? റൗണ്ട് ചെയ്തതുകൊണ്ട് പലപ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ആ ഒരു 37/60 എന്നുള്ള ആ ഒരു കാൽക്കുലേഷനിൽ തന്നെയാണ് ഷെയർ എക്സ്ചേഞ്ച് റേഷ്യോ നമ്പർ ഓഫ് ഷെയർസ് കമ്പ്യൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്പർ ഓഫ് ഷെയർസ് ഈസ് ഈക്വൽ ടു 18 ഇൻറ്റു 37 ഡിവൈഡ് ബൈ 60 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് 11.1. ഓക്കെ, സോ 11.1 കോടി നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യണം. അതേപോലെ തന്നെ നമ്മളുടെ ANC അഥവാ അഭിഷേകൻ ചിത്രമാണ് മെർജർ ചെയ്യുന്നതെങ്കിൽ 9 crore ഷെയർസിനാണ് നമ്മളിവിടെ പകരം ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ 9 crores ഇൻറ്റു 46 ഡിവൈഡ് ബൈ 60 വിച്ച് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഷെയർസ് ഈസ് ഈക്വൽ ടു നമുക്ക് 6.9 crores ആണ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് വിൽ ബി 11.1 ഷെയർസും 6.9 crore ഷെയർസാണ് നമുക്ക് എന്ത് വരുന്നത്? നമ്പർ ഓഫ് ഷെയർസ് വരുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ പോസ്റ്റ് മെർജർ നമ്പർ ഓഫ് ഷെയർസ് എത്രയായിരിക്കും? നമ്പർ ഓഫ് ഷെയർസ് എത്രയായിരിക്കും? ഓൾറെഡി അഭിഷേക് ലിമിറ്റഡിൽ 45 crores ഷെയർസ് ഉണ്ടായിരുന്നില്ലേ?
ദെൻ മെർജറിൻ്റെ ഭാഗമായിട്ട് 11.1 ഷെയർ ഇഷ്യൂ ചെയ്തില്ലേ. ടോട്ടൽ നമുക്ക് 56.1 crore ഷെയർസ് ഉണ്ടായിരിക്കും അല്ലേ, 56.1 crore ഷെയർസ് ഉണ്ടായിരിക്കും. നേരെ മറിച്ച് അഭിഷേകൻ ചിത്രയാണ് മെർജർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും 45 + 6.9 ആയിരിക്കും അല്ലേ, 45 + 6.9 വിച്ച് ഈസ് ഈക്വൽ ടു 51.9 1 ഇവിടെ 51.9 crores ഷെയർസ് ആയിരിക്കും ഉണ്ടാവുക പുതിയ പോസ്റ്റ് മെർജർ കമ്പനിയിൽ. ഓക്കെ അല്ലേ. സോ 56.1 അതുപോലെ തന്നെ 59.1 ആണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ആഫ്റ്റർ ദി മെർജർ. ഓക്കെ ആണോ. ദെൻ നമുക്കറിയാം EPSൻ്റെ ഇക്വേഷൻ എന്താണ്, ഏണിങ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ്. ഏണിങ്സ് രണ്ട് സിറ്റുവേഷനിലും 108 ആണ് അല്ലേ. therefore post merger EPS is equal to earnings അഥവാ പോസ്റ്റ് മെർജർ ഏണിങ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർസ് അഥവാ 108 ഡിവൈഡ് ബൈ 56.1. ഇവിടെ ആണെങ്കിലോ 108 ഡിവൈഡ് ബൈ 51.9 അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 108 ഡിവൈഡ് ബൈ 56.1 ഈസ് ഈക്വൽ ടു 1.925 പെർ ഷെയറും. അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്താണെങ്കിൽ 108 ഡിവൈഡ് ബൈ 51.9 ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു 2.08 ആണ് നമുക്ക് പോസ്റ്റ് മെർജർ EPS വരുന്നത്. സോ പോസ്റ്റ് മെർജർ EPS വിൽ ബി 1.925, റൗണ്ട് ചെയ്യുമ്പോൾ 1.93ഉം അതുപോലെ തന്നെ 2.08 ആണ് നമുക്ക് വരുന്നത് അല്ലേ. സോ ഇനി നമുക്കൊരു കൺക്ലൂഷനിലോട്ട് എത്തണം അല്ലേ, ഏതാണ് ബെറ്റർ എന്ന് അല്ലേ. സോ ശ്രദ്ധിക്കാം. സോ ബിഫോർ ദി മെർജർ അഭിഷേക് ലിമിറ്റഡിന് സ്വന്തമായിട്ട് അഭിഷേക് ലിമിറ്റഡ് സ്വന്തമായിട്ട് 2 രൂപ എന്തുണ്ടായിരുന്നു, സ്റ്റാൻഡ് അലോൺ EPS ഉണ്ടായിരുന്നു അല്ലേ. സോ മെർജറിന് മുമ്പായിട്ട് തന്നെ അഭിഷേക് ലിമിറ്റഡിന് 2 രൂപ EPS ഉണ്ടായത്. നമ്മൾ ബികാഷ് ലിമിറ്റഡിനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, EPS മെർജർ ചെയ്യുന്നതെങ്കിൽ ദ EPS കംസ് ടു 1.93 ആയിട്ട് കുറയുന്നുണ്ട് അല്ലേ. 2 രൂപയിൽ നിന്ന് 1.93 ആയിട്ട് കുറയുന്നുണ്ട്. നേരെ മറിച്ച് നമ്മൾ ചിത്ര ലിമിറ്റഡിനായിട്ടാണ് മെർജർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ EPS എന്നുണ്ട് 2.08 ആയിട്ട് കൂടുന്നുണ്ട്. ശരിയല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എനി ഡിസിഷൻ വിച്ച് ഇൻക്രീസസ് ദി വെൽത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് ഷുഡ് ബി ആക്സെപ്റ്റഡ്, അതർവൈസ് ഇറ്റ് ഷുഡ് ബി റിജക്റ്റഡ് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ചിത്ര ലിമിറ്റഡിനായിട്ട് മെർജർ ചെയ്യുമ്പോഴാണ് നമ്മളുടെ പ്രീ മെർജർ EPSനേക്കാളും കൂടുതൽ പോസ്റ്റ് മെർജർ EPS വരുന്നത്. നമ്മളെ PE റേഷ്യോയ്ക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ ഒബ്വിയസ്ലി നമ്മളെ പ്രീ മെർജർ മാർക്കറ്റ് പ്രൈസിനേക്കാളും കൂടുതലായിരിക്കും പോസ്റ്റ് മെർജർ മാർക്കറ്റ് പ്രൈസ്. സപ്പോസ് A ലിമിറ്റഡ് C ലിമിറ്റഡ് അഥവാ ചിത്രനായിട്ട് എന്താവുകയാണെങ്കിൽ മെർജർ ചെയ്യുകയാണെങ്കിൽ അല്ലേ. അതുകൊണ്ട് ഏറ്റവും നല്ല ഡിസിഷൻ എന്ന് പറയുന്നത് ബോത്ത് കമ്പനീസിനായിട്ട് എന്തായിരുന്നല്ല മെർജർ ചെയ്യുന്നതല്ല, പകരം നമ്മൾ ആരായിട്ട് മാത്രം മെർജർ ചെയ്യുന്നതാണ്, ചിത്ര ലിമിറ്റഡിനായിട്ടാണ്. ബിക്കോസ് അതുവഴി നമുക്ക് EPSൽ എന്തുണ്ടാവുന്നുണ്ട്, അക്രീഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ. സോ പ്രീ മെർജർ EPS എത്രയായിരുന്നു, 2 ആയിരുന്നു അല്ലേ. therefore accretion in EPS is equal to 2.08 minus pre-merger 2.08 അല്ലേ. 0.08 നമുക്ക് എന്തുണ്ടാവുന്നുണ്ട്, അക്രീഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലേ. അതുവഴി നമ്മളെ മാർക്കറ്റിൽ നമ്മളെ MPS എന്തെയും കൂടുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെറ്റർ ആരായിട്ട് മെർജർ ആവുന്നതാണ്, C ലിമിറ്റഡിനായിട്ട് മെർജർ ആവുന്നതാണ്. അപ്പോൾ ഒബ്വിയസ്ലി അത് അങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PE റേഷ്യോയുടെ ബേസിസിൽ നോക്കുകയാണെങ്കിൽ PE റേഷ്യോ കുറവുള്ള കമ്പനീനെ അക്വയർ ചെയ്യുകയാണെങ്കിൽ അല്ലെ, നമ്മൾ നേരത്തെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബിസിനസ് വാല്യൂഷൻ്റെ തിയറി ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളൊരു ടോപ്പിക്കിൽ പഠിച്ചിരുന്നു, അക്രീഷൻ ഡൈല്യൂഷൻ കോൺസെപ്റ്റ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാർഗറ്റ് കമ്പനിയുടെ PE റേഷ്യോ കുറവാണെങ്കിൽ ആഫ്റ്റർ ദി മെർജർ EPS അക്രീഷൻ ആവാനാണ് സാധ്യത, അല്ലെങ്കിൽ EPS എന്താവും, അക്രീഷനാവും. നേരെ മറിച്ച് ടാർഗറ്റ് കമ്പനിയുടെ PE റേഷ്യോ കൂടുതലാണെങ്കിൽ ആഫ്റ്റർ ദി മെർജർ EPS കുറയാനാണ് ചാൻസ്. ഇവിടെ നിങ്ങൾക്കറിയാം ചിത്ര ലിമിറ്റഡും ബികാഷ് ലിമിറ്റഡ് അഥവാ BNC നോക്കുമ്പോൾ നമ്മുടെ C ലിമിറ്റഡിൻ്റെ ആണ് PE റേഷ്യോ കുറവായിട്ട് നിൽക്കുന്നത് അല്ലേ, 23 ആണ്. നേരെ മറിച്ച് ബികാഷിൻ്റെ PE റേഷ്യോ 37 ആണ്. ചിത്ര ലിമിറ്റഡിൻ്റെ PE റേഷ്യോ 23 ആണ്, വിച്ച് ഈസ് ലോവർ PE റേഷ്യോ ആർക്കാണ്, ചിത്ര ലിമിറ്റഡിനാണ് അല്ലേ. അതുകൊണ്ടാണ് അഭിഷേക് ലിമിറ്റഡ് ലോവർ PE റേഷ്യോ ഉള്ള ചിത്ര ലിമിറ്റഡിനെ അക്വയർ ചെയ്തപ്പോൾ EPSൽ നമുക്ക് എന്തുണ്ടായത്, അക്രീഷൻ ഉണ്ടായത്. ഇതാണ് അതിൻ്റെ ആക്ച്വലി കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ അല്ലേ. അതൊരു കൺക്ലൂഷനായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ഡീപ്പായിട്ട് കൺക്ലൂഷൻ പറയുന്നില്ലെങ്കിലും നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ കൺക്ലൂഷൻ പറയാം. സിൻസ് C ലിമിറ്റഡിനെ അക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് EPSൽ അക്രീഷൻ ഉണ്ടാവുന്നത്
ഉണ്ടാവുന്നത്. Therefore അഭിഷേക് ലിമിറ്റഡ് should acquire അല്ലെങ്കിൽ should make an acquisition of the Chitra Limited, thereby increases the market price of the shares because of the higher ഏത് EPS. ഓക്കെ അല്ലേ? ദിസ് ഈസ് ബിക്കോസ് ഓഫ് എന്താണ്? ചിത്ര ലിമിറ്റഡ് ഹാസ് കമ്പാരിറ്റീവ്ലി ലോവർ PE ratio ദാൻ ബികാഷ് ലിമിറ്റഡ്. സോ ഇത്രയും നമുക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 8 മാർക്ക് ഫുൾ മാർക്ക് നമുക്ക് ഈ ഒരു ക്വസ്റ്റിന് കിട്ടും. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് കൺക്ലൂഷൻ നോക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദി മെർജർ വിത്ത് ചിത്ര ലിമിറ്റഡിനായിട്ട് അഭിഷേക് ലിമിറ്റഡ് ചെയ്യുമ്പോഴാണ് EPS എന്താവുന്നത്? ഹയർ ആവുന്നത്. അതുകൊണ്ട് നമ്മൾ ഓൺലി ചിത്ര ലിമിറ്റഡിനായിട്ടുള്ള മെർജറാണ് സജസ്റ്റ് ചെയ്യുന്നത്. ആരായിട്ട് മെർജർ ചെയ്യേണ്ട? ബികാഷ് ലിമിറ്റഡിനായിട്ട് ചെയ്യേണ്ട. ഓൺലി ചിത്ര ലിമിറ്റഡിനായിട്ടാണ് നമ്മൾ മെർജർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ബിക്കോസ് എന്താണ് റീസൺ അതിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കുക എന്താണ് റീസൺ. കമ്പാരിറ്റീവ്ലി ചിത്ര ലിമിറ്റഡിന് ആരേക്കാളും ബികാഷ് ലിമിറ്റഡിനേക്കാളും PE ratio കുറവായിരുന്നു. PE ratio കുറവുള്ള കമ്പനികളെ അക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് മെർജർ EPS കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ C ലിമിറ്റഡിനെ അക്യൂർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? എല്ലാവരും ചെയ്തു നോക്കുക, മനസ്സിലാക്കുക, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.